അല്ല, ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാവരുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ നിരന്തരമായി അദ്ദേഹത്തെ സംസാരിക്കുന്ന ഒരാളാണ്. വലിയ ബഹുമാനവും ആദരവും ഉള്ള ഒരാളാണ്. ഇത് ഇപ്പൊ പറയുന്നതല്ല, പാർട്ടി വിടാൻ പോയപ്പോഴല്ല, മന്ത്രിയായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തെ കുറിച്ച് ആദരവോടുകൂടി, ഞാനൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ മന്ത്രിമാർക്കും എതിരായിട്ടൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആദരവോടുകൂടി അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ബഹുമാനവും ഇഷ്ടവുമാണ്, വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ പോയാലും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. കാരണം ഉള്ളിൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊരു വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയും മന്ത്രിയും MLA ഒക്കെ ആയി നേതാവും ഒക്കെ ഞങ്ങൾ അദ്ദേഹം വിമർശിക്കാറുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ബഹുമാനമുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പൂർണ്ണമായ ആദരവാണ് എല്ലാ അർത്ഥത്തിലും. ഞാനിത് ആദ്യമായിട്ട് പറയുന്നതല്ല, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞാൻ അങ്ങനെ പൊളിറ്റിക്കലായിട്ടാണ്, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം. അദ്ദേഹത്തിന്റെ നിങ്ങൾ ഈ യാത്രയിൽ, ഞാൻ പറയാതെ പോയത് അത് പറഞ്ഞു തന്നായി, ഈ യാത്രയിലെ പ്രത്യേകത, ഞാൻ ഒരുപാട് യാത്രയിൽ, ഇപ്പൊ ജോണൊക്കെ ഒരുപാട് യാത്രയിൽ അംഗങ്ങളായിരുന്നു, ഞാൻ പല യാത്രയുടെയും മുഖ്യ സംഘാടകനായിരുന്നു. ഒരു യാത്രയിലും കാണാത്തൊരു കാര്യം, CPM-ൽ നിന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിലും മറ്റ് ഘടകകക്ഷികളിലും RSP-യിലും ഒക്കെ ചേരുവാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ പോലും ഒരു CPM-കാരന് മെമ്പർഷിപ്പ് കൊടുക്കാതെ വന്നിട്ടില്ല. വ്യാപകമായി ഞാൻ പറയില്ല, CPM ശിഥിലീകരണം നേരിടുകയാണ്, ശിഥിലീകരിക്കപ്പെടുകയാണ്. LDF അതേ അവസരത്തിൽ UDF അവരുടെ ശക്തി കേന്ദ്രങ്ങളെ പ്രത്യേകിച്ച് കൂടുതൽ. കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയുടെ പേര് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊരു ബഹളം. പണ്ട് നിങ്ങൾ കോൺഗ്രസിനെയല്ലേ കളിയാക്കിയിരുന്നത്, ഇത് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പരാതിയൊക്കെ പറയും. CPM പോലത്തെ ഒരു പാർട്ടിയിൽ ഇപ്പൊ നടക്കുന്നത് എന്താ? ഞാൻ പറയും, CPM ശിഥിലീകരിക്കപ്പെടുകയാണ്. സ്റ്റേറ്റിൽ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ശിഥിലീകരിക്കപ്പെടുകയാണ്. അതേ അവസരത്തിൽ ടീം UDF ഇപ്പുറത്ത് ഒറ്റ പാർട്ടിയെ പോലെ നിൽക്കുക. ഇന്ന് പാലക്കാട് വിമത കൺവെൻഷനാണ്, പാലക്കാട് ജില്ലയിലെ വിമത കൺവെൻഷനാണ്, വിമത പാർട്ടിക്കാരുടെ കൺവെൻഷനാണ് എല്ലാ സ്ഥലങ്ങളിലും. എത്ര പേരാണ് വരുന്നത്? അല്ല, അതൊക്കെ വരട്ടെ. അതൊക്കെ നമ്മൾ UDF ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാൻ പറ്റില്ലല്ലോ. UDF ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനങ്ങളല്ലേ. അത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. എന്താണ് ചെയ്യേണ്ട, നടപടി എടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും. എന്തായാലും സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് അടുക്കും തോറും CPM-ഉം LDF-ഉം ശിഥിലീകരിക്കപ്പെടുകയാണ് എന്ന കാര്യം യാതൊരു സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.